ഹലോ സുഹൃത്തുക്കളെ, ഇത് കുഴിപ്പള്ളം ഗാർഡൻ. ഈ ഗാർഡനിലുള്ള കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. മഴക്കാലമായി, അപ്പോൾ എല്ലാവരും ചെടികൾ നടുന്നത് ഈ സമയത്തായിരിക്കും. അങ്ങനെ ചെടി നടാൻ ഉദ്ദേശമുള്ളവരാണെങ്കിൽ ഇങ്ങോട്ട് പോന്നോളൂ. എല്ലാത്തരം ചെടികളും ഇവിടെ നിന്ന് ലഭിക്കും. ഇതൊന്ന് നോക്കിയേ, ഇത് ബഡ് മാവാണ്. ഈ കുഞ്ഞു മാവിലാണ് ഈ മാങ്ങ ഇങ്ങനെ കാച്ചു നിൽക്കുന്നത്. കായ്ഫലങ്ങൾ തരുന്ന ഒരുപാട് ബഡ് മരങ്ങൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ പല ഇനത്തിലുള്ള പ്ലാവുകളുടെ പേരും അതുപോലെ കൗതുകമുണർത്തുന്നതാണ് കേട്ടോ. ബിസ്ക്കറ്റ് വരിക്ക, അതുപോലെ റെഡ് ജാക്ക് ഫ്രൂട്ട്, തേൻ വരിക്ക, അങ്ങനെ ഒരുപാട് പേരുകൾ. ഇതൊക്കെ 3 വർഷം കൊണ്ട് കായ്ക്കുന്ന ഫലവൃക്ഷങ്ങളാണ് കേട്ടോ. ഇത് ഓറഞ്ചാണ്. നെല്ലിയാമ്പതിയിലെ ഓറഞ്ചല്ല, ജ്യൂസ് അടിക്കുന്ന ഓറഞ്ചാണ്. പിന്നെ ഇത് അമ്പഴങ്ങ. ഒരു അമ്പഴങ്ങ വൃക്ഷം വീട്ടിലെപ്പോഴും നല്ലതാണ്. അതുപോലെ തന്നെ പല ഇനത്തിലുള്ള മാവുകൾ, ഒരു 10-25 ഐറ്റം ഇവിടെയുണ്ട്. ഇതും 3 വർഷമാകുമ്പോൾ കായ്ക്കുന്ന മാവുകളാണ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു വെറൈറ്റി റോസ കണ്ടു. പടർത്തി വളർത്തുന്ന ഒരു റോസയാണ്. ഇങ്ങനെ ഒരു കമ്പി ഊന്നി വെച്ചിട്ട് അതിൽ പടർത്തി വിട്ടിരിക്കുകയാണ് അവർ. കേരളത്തിലെ ഏറ്റവും വലിയ ഗാർഡൻ എന്നു തന്നെ പറയാം. ഇവിടെ നിന്നുമാണ് പല ഗാർഡനിലേക്കുള്ള ചെടികൾ പോകുന്നത്. നമ്മൾ നേരിട്ട് ഇവിടെ വന്ന് വാങ്ങുമ്പോൾ നല്ല വില കുറച്ചാണ് എല്ലാ തൈകളും കിട്ടുന്നത്. അതുപോലെ തന്നെ പേരയുടെ വെറൈറ്റി, അതും തന്നെ ഒരു 6-7 ഇനത്തിലുള്ള പേരുണ്ട്. ഈ കാണുന്നത് തായ്ലൻഡ് പേരൊക്കെയാണ്. വരിഗേറ്റഡ് ഗുവ എന്നാണ് ഇതിൻ്റെ പേര്. ഇതും ബഡാണ്. ഇതും 3 വർഷത്തിനകത്ത് വെച്ച് കായ്ക്കുന്ന മരമാണ്. ഇത് നാരകം, സാധാരണ നാരങ്ങയാണ്. ഒരുപാട് കായ്ക്കുമെന്നാണ് പറയുന്നത്. ഒരു മ്യൂസിയം പോലെ തന്നെ ഒരുപാട് കാഴ്ചകൾ ഈ ഗാർഡനിൽ കാണാനുണ്ട്. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള 30 വർഷത്തിന് മേൽ പഴക്കമുള്ള ബഡ് ചെയ്തെടുത്ത ചെറിയ ബോൺസായി മരങ്ങളൊക്കെ ഇവിടെയുണ്ട്. അതിനൊക്കെ നല്ല വില വരും. 30,000-ന് മേളിലാണ് പല മരങ്ങളും. നമ്മൾ മറ്റു പല ഗാർഡനിലും പോയിട്ടുണ്ട്. എന്നാൽ ഇതുപോലൊരു കാഴ്ച കാണണമെങ്കിൽ കുഴിപ്പള്ളം ഗാർഡനിൽ തന്നെ വരണം. ഈ ഗാർഡനിൽ മാത്രമേ ഇതുപോലെയുള്ള ചെടികളും ബോൺസായി മരങ്ങളും നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അത്രയ്ക്ക് ഒരുപാട് കളക്ഷനുണ്ട് ഇവിടെ. 1 മണിക്കൂർ നടന്നാൽ പോലും ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു തീരില്ല. അത്രയ്ക്ക് കാണാൻ ഭംഗിയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെയുണ്ട്. ഇത് ഈ ഗാർഡനിലകത്ത് അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ ഒരു കൈവഴി, തോട് പോലെ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ അടുത്തായിട്ട് ഒരു കുളവുമുണ്ട്. ഈ കുളത്തിൽ നിറച്ച് ആമ്പലും താമരയുമാണ് ഉള്ളത് കേട്ടോ. ഇപ്പം എല്ലാം പൂത്തു നിൽക്കുന്നില്ല, മൊട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ആമ്പലിൻ്റെയും താമരയുടെയും ഒരുപാട് വെറൈറ്റീസ് ഇവിടെയുണ്ട്. എല്ലാ ആമ്പൽ ചെടിയിലും താമരയിലും അവയുടെയൊക്കെ പേരുകൾ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാത്തിൻ്റെ പേരെടുത്ത് പറയാൻ പ്രയാസമാണ്. അത്രയ്ക്ക് ഒരുപാട് കളക്ഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് എല്ലാത്തിൻ്റെ പേരെടുത്ത് പറയാൻ സാധിക്കാത്തത്. നമ്മുടെ വീട്ടിലും ഇതുപോലെയൊക്കെ കുളമൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇതിൻ്റെ വിത്താണ് തരുന്നത്. വിത്ത് വാങ്ങിയിട്ടാൽ ഇതേ രീതിയിലാകും. എന്ത് ഭംഗിയെന്ന് നോക്കിക്കേ. ഇതിപ്പോൾ ഒന്ന് വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ കേട്ടോ. നാളെ രാവിലെ ആകുമ്പോൾ ഇതെല്ലാം വിരിഞ്ഞങ്ങ് നിൽക്കും. ഒരുപാട് ആമ്പലിൻ്റെ മൊട്ടുകൾ അവിടെ നിൽപ്പുണ്ട്. ഇതെല്ലാം ഒന്നിച്ച് വിരിയുമ്പോഴാണ് കാണാൻ ഭംഗി. പല നിറത്തിലുള്ള താമരകളുണ്ട് കേട്ടോ. പറഞ്ഞു കേട്ടിട്ടുള്ളൂ നീലത്താമര എന്നൊക്കെ. ഇവിടെ ആ നീലത്താമരയൊക്കെ കാണാൻ സാധിക്കും. ആമ്പലും താമരയൊക്കെ വളർത്താൻ പറ്റിയ ഒരു കാലാവസ്ഥ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ മഴയൊക്കെ പെയ്ത് നല്ല ക്ലൈമറ്റാണ്. ചെടികൾ വളരാൻ പറ്റിയ ഒരു കാലാവസ്ഥയാണ്. മഞ്ഞ താമര വരെ ഉണ്ട്. ഈ മഞ്ഞ താമരയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ടപ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷം. ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഒരു ഗാർഡനിലുപരി ഒരു ഗാർഡൻ്റെ മ്യൂസിയം എന്ന് തന്നെ പറയാം. ഒരു ഫ്ലവർ ഷോയിൽ പോലും ഇത്രയും ചെടികൾ കാണാൻ സാധിക്കില്ല. അത്രമാത്രം ചെടികൾ ഇവിടെയുണ്ട്. ചെടികൾക്ക് മാത്രമായിട്ടല്ല കേട്ടോ, വീടിൻ്റെ ഭംഗി കൂട്ടാനുള്ള, ഇൻ്റർലോക്ക് ചെയ്യാനുള്ള ഒരുപാട് കല്ലുകളൊക്കെ ഇവിടെ കിട്ടും. അതുപോലെ തന്നെ ഉരുളൻ കല്ലുകളൊക്കെ ഇവിടെ ഒരുപാട് ഉണ്ട്. നമ്മുടെ ചെടിയുടെ മൂട്ടിലിടാനും അതുപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നമുക്ക് ഭംഗിയൊക്കെ ആക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്റ്റോണുകളാണിത്. ഇത് കരിങ്കല്ല് ഷേപ്പില്ലാതെ കാണുമ്പോൾ ഒരു ഭംഗിയില്ല. എന്നാൽ അതിനെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തപ്പോൾ അത് കാണാൻ നല്ല ഭംഗി. കരിങ്കല്ലാണെന്ന് കരുതിയില്ല. അതുപോലെ ഗ്രാനൈറ്റ് പീസും ഉണ്ട്, ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റോസ് കളറിൽ, അതും കരിങ്കല്ല് പോലെ ഇരിക്കുന്നുണ്ട്. എന്ത് കല്ലാണെന്ന് അറിയില്ല. അതും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം കുറച്ച് വിലയുള്ള ചെടികളാണ്. 5,000-ന് മേളിൽ വരുന്ന ചെടികളാണ്. പിന്നെ കുറച്ച് ചെടികൾ അവർ സെയിലിനല്ല വെച്ചിരിക്കുന്നത്, ഭംഗിക്ക് വേണ്ടി കുറച്ച് ചെടികൾ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ തെങ്ങൻ തൈകൾ, ഇതും പൊക്കം വയ്ക്കാത്ത തെങ്ങൻ തൈകളാണ്. 4 വർഷത്തിൽ കായ്ക്കുന്ന തൈകളാണ്. ഇത് മാത്രമല്ല, ചെടിക്ക് ആവശ്യമുള്ള ചെടിച്ചട്ടികളും പോട്ടുകളൊക്കെ ഇവിടെ നിന്ന് കിട്ടും. പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ ഒറിജിനലിനെ തോപ്പിക്കുന്ന രീതിയിലുള്ള ഫ്ലവർ വേസുകൾ ഇവിടെയുണ്ട്. എല്ലാം ഒരു കുടക്കീഴിൽ തന്നെ നമുക്ക് വാങ്ങിയിട്ട് പോകാം. ആ രീതിയിലാണ് കുഴിപ്പള്ളം ഗാർഡൻ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഗാർഡൻ ചെയ്യാനുള്ള ടൂൾസുകളൊക്കെ എല്ലാം ഇവിടെ നിന്ന് കിട്ടും.
5 രൂപ മുതൽ ഇവിടെ ചെടിച്ചട്ടികളുണ്ട് കേട്ടോ. ഹാങ്ങിങ് പ്ലാന്റ് ചെയ്യാനുള്ള ചെടിച്ചട്ടികൾ 25 രൂപ മുതൽ ഇവിടെ ലഭിക്കും. ഇവിടെ വന്ന് പോട്ടുകൾ വാങ്ങുമ്പോൾ അറിയാം പുറത്ത് എന്തുമാത്രം വിലയുണ്ടെന്ന്. ഇത് നല്ല ക്വാളിറ്റിയിലുള്ള പ്ലാസ്റ്റിക്കും കൂടിയാണ്. മറ്റെവിടെയും കാണാത്തത്ര പല മോഡലിലുള്ള ചെടിച്ചട്ടികളാണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഒരുപാട് ഇൻഡോർ പ്ലാന്റുകളുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇപ്പോൾ ഇട്ടിട്ടില്ല. അത് പ്രത്യേകം ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടാൽ പ്ലാസ്റ്റിക് എന്ന് തോന്നും, എന്നാൽ പ്ലാസ്റ്റിക് അല്ല കേട്ടോ, ഒറിജിനൽ പ്ലാന്റ് ആണ്. ചെടികളായാലും പോട്ടായാലും എന്ത് സാധനമായാലും നമ്മുടെ ബജറ്റിന് ഒതുങ്ങുന്ന രീതിയിൽ തന്നെ ഇവിടെ നിന്ന് നമുക്ക് വാങ്ങാൻ സാധിക്കും. ഇനി ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം എന്ന സ്ഥലത്ത് വിഴിഞ്ഞം റോഡിലെ ചാവടിനട ജംഗ്ഷനിൽ നിന്നും ആട്രമൂല പോകുന്ന വഴിയിലാണ് ഈ കുഴിപ്പള്ളം ഗാർഡൻ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക.